ഈ ഇതുപോലുള്ള വണ്ടികളില്ലേ, എയ്സ്, പിക്കപ്പ് അതുപോലെ ഉള്ള വണ്ടികൾ, അങ്ങനെയുള്ള വണ്ടി ഓടിക്കുന്നവർ പണ്ട് നേരത്തെ മഞ്ഞ അടിക്കണമായിരുന്നു ഈ ഫ്രണ്ടിൽ. ഇപ്പോൾ ആ നിയമം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. മഞ്ഞ ഇനി അടിക്കണ്ട, മഞ്ഞ മറ്റേ നമ്പർ പ്ലേറ്റ് മാത്രം മതി. ഫ്രണ്ടിലും ബാക്കിലും ഇതുപോലെ മഞ്ഞ കാണണമെന്ന് നിയമമൊന്നുമില്ല. ആ നിയമം എടുത്ത് കളഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ എളുപ്പമായിട്ട് ഇത് പെയിൻറ്റ് ചെയ്യാൻ പറ്റി. നമ്മളിപ്പോൾ ഒരു വണ്ടി ഇത് വേണം, പിക്കപ്പ് ഇത് വേണം, ബ്ലാക്ക് അടിച്ചേക്ക് വേണം. ബ്ലാക്ക് അടിക്കുമ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ വണ്ടി കണ്ടില്ലേ, ഇതിന് അടിവശം ചേസ് ബ്ലാക്കാണ്, പിന്നെ വെള്ള അടിക്കണം, മഞ്ഞ അടിക്കണം, എല്ലാം അടിക്കണം. അപ്പോൾ അത് പല പെയിൻ്റ് അടിക്കുമ്പം ചിലവ് കൂടുതലാണ്. ഇത് വേണം, ടയറിന് ബ്ലാക്ക് അടിക്കണം. അപ്പോൾ ഈ വണ്ടിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ബ്ലാക്ക് ആയതുകൊണ്ട് വളരെ ചിലവ് കുറച്ച് ഒറ്റയടി അടിച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ എല്ലാം ഒരുമിച്ചങ്ങ് അടിച്ചാൽ മതി, ബ്ലാക്ക് കളർ സിമ്പിളായിട്ട്. അപ്പോൾ ഈ വർഷം ടെസ്റ്റ് ചെയ്യുന്ന വണ്ടിക്കാരില്ലേ, അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഈ വണ്ടിക്ക് അങ്ങോട്ട് കളർ ചേഞ്ച് ചെയ്യണം. ഇതുപോലെ ബ്ലാക്ക് കളറൊക്കെ ആക്കിയാൽ മതി. എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 500 രൂപ ഫീസ് അടച്ചാൽ മതി കളർ ആൾട്രേഷൻ എന്നും പറഞ്ഞു. അടുത്ത പ്രാവശ്യം ടെസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഓരോ വർഷവും ബ്ലാക്കാണ് അടിക്കുന്നതെങ്കിൽ ഉണ്ടല്ലോ, വളരെ ബ്ലാക്കിന് ഒന്നാമത് റേറ്റ് കുറവുണ്ട്, പെയിൻറ്റിനും റേറ്റ് കുറവ്, അടിക്കുന്നതിനും റേറ്റ് കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കൊരു 3000 രൂപ 4000 രൂപ ഒക്കെ ലാഭിക്കാൻ പറ്റും ഓരോ വർഷവും. ചേസ് എല്ലാം ഓരോ ഭാഗങ്ങൾ അടിക്കുമ്പം ഓരോ കളറാണെങ്കിലേ ഓരോ പ്രാവശ്യമായിട്ട് അടിക്കണം. ഇതാകുമ്പോൾ ഒറ്റയടി അടിച്ചാൽ മതി. അപ്പോൾ സിമ്പിളായിട്ട് അവർക്ക് അടിക്കാൻ പറ്റും, പെയിൻറ്റ് ചെയ്യുന്നവർക്കും. അപ്പം വെറുതെ ഓരോ വർഷം ടെസ്റ്റ് ചെയ്ത് പൈസ 3000 രൂപ 4000 രൂപയും കളയാതെ ഇതുപോലെ കളർ ആൾട്രേഷൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ആ പൈസ ലാഭിക്കാൻ പറ്റും.